ഈ അടുത്ത കാലത്ത് വെച്ച് കണ്ട സിനിമകളിൽ ദി മോസ്റ്റ് ഐക്കോണിക് അല്ലെങ്കിൽ ദി മോസ്റ്റ് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു മോഹിനിയാട്ടം. ഭരതനാട്യം സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം, അങ്ങനെ എന്താണെന്നാണ് പേര്. കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന സംവിധായകൻ, അയാളുടെ ബ്രില്യൻസ് ഇതിൽ വളരെയധികം എഫേർട്ട്ലെസ്ലി നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിനിമ ത്രൂ ഔട്ട് എൻജോയബിൾ. പിന്നെ ഒരു സറ്ററിക്കൽ ക്രൈം, ഒരു ഡാർക്ക് ക്രൈം ത്രില്ലറാണ് ഈ സിനിമ. പക്ഷേ അലോങ് വിത്ത് ദാറ്റ് ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി എലിമെൻറ്റും ത്രൂ ഔട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്റ്റ് ഫിലിം റെഫറൻസുകൾ അതെല്ലാം വളരെ സീംലെസ് ആയി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഒരു സിനിമ എങ്ങനെ ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സാമ്പിൾ മൂവിയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്ന മൂവി. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ. അലോങ് വിത്ത് ദാറ്റ് ഈ സിനിമയിലെ അഭിനേതാക്കളുടെ അഭിനയം, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ വളരെ എഫേർട്ട്ലെസ്ലി കാണുന്ന ആ സീനുകൾ, അവരുടെ ആക്ടിങ്, അത് അവരുടെ സ്കില്ലിൻ്റെ പൂർണ്ണതയുടെ എക്സാമ്പിളാണ്. അത്രയും സ്കിൽഡായ ആക്ടേഴ്സ് നമുക്കുണ്ട് എന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണ് മോഹിനിയാട്ടം. ഈ സിനിമയിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡയലോഗ്സ് ആണ്, ചെറിയ ചെറിയ സിറ്റുവേഷൻസ് ആണ്. പക്ഷെ അത് ആക്ടേഴ്സിൻ്റെ മികവ് കൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൈജു കുറുപ്പ്, കലാരഞ്ജിനി, സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജീൻ, ഐ ബിലീവ് ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് മൂവി, ജഗദീഷ്, പിന്നെ 2 ട്വിൻസായിട്ട് അഭിനയിക്കുന്ന പയ്യന്മാർ, ഇവരെല്ലാവരും ടോപ്പ് നോച്ച് പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വി കനോട്ട് ആക്സെപ്റ്റ്. അത് ദൃശ്യം എന്ന് പറയുന്ന മൂവിയാണെങ്കിലും നമ്മളുടെ, അതായത് മരിക്കുന്ന വില്ലൻ മോശക്കാരനാണ് എന്നുള്ളത് കൊണ്ട് കൊലപാതകം ന്യായീകരിക്കപ്പെടുകയാണ്. അപ്പം ദൃശ്യം 3 അല്ല, ദൃശ്യം മൂവി ഫ്രാഞ്ചൈസിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. കഥാപരമായിട്ടല്ല ഞാൻ പറയുന്നത്, കൊലപാതകം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ക്രൈമാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ഈ ഒരു കുടുംബം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി നോർമലൈസിങ് ഇറ്റ്. ഒരു കൊലപാതകത്തെ സറ്ററിക്കലി നോർമലൈസ് ചെയ്യാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നമ്മളിപ്പം നമ്മുടെ ലോജിക്കിനനുസരിച്ചിട്ടല്ല പലപ്പോഴും നമ്മൾ കോമഡി എൻജോയ് ചെയ്യാറ്. ഇപ്പം പണ്ട് ഞാനൊക്കെ കുട്ടിക്കാലത്തായിരിക്കുന്ന സമയത്ത് പഴത്തൊലി ചവിട്ടി വീഴുന്ന സീനുകളൊക്കെ എൻജോയ് ചെയ്ത് ആർത്ത് ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ കളറിനെ പറ്റി തമാശ പറയുമ്പോൾ നമ്മളത് ചിരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിരിക്കാൻ പറ്റാറില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യുന്ന ആളുകളും ദേ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദേ ഗെറ്റ് ഇറ്റ് ടു കറക്റ്റഡ് ഇറ്റ്. പക്ഷെ ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച സീൻ എന്ന് പറയുന്നത്, ടു ബി ഓണസ്റ്റ്, കലാരഞ്ജിനി എന്ന് പറയുന്ന ആക്ട്രസ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഴുത്ത് മറ്റേ തേങ്ങ പിടിച്ച് തിരിക്കുന്ന പോലെയൊക്കെ തിരിച്ചൊടിച്ച് അയാൾ നിലത്ത് വീഴുന്ന സീനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത്. ഞാനും ചമ്പയതെ, വൈഫും അതെ. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ദാറ്റ്സ് നോട്ട് റൈറ്റ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് സ്റ്റിൽ എ ക്രൈം. അതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ, ബട്ട് നടന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ അല്ലേ? ഇപ്പം ഈ സിനിമ അത് നോർമലൈസ് ചെയ്തു. അയാളെ കൊല്ലുക മാത്രമല്ലേ ചെയ്തത്, ദ വേ ദേ ഡിസ്പോസ് ദ ബോഡി, അത് ഹൗ ക്യാൻ പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് അല്ലേ? പക്ഷേ നമുക്ക് ഈ സിനിമയിൽ അത് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ക്രിട്ടിക്കൽ അനാലിസിസിന് വിധേയമാക്കേണ്ട കോണ്ടന്റാണ് അതിലുള്ളത്. പടം വിജയിക്കട്ടെ, പടം നല്ല സിനിമയാണ്, സിനിമ വിജയിക്കട്ടെ. ആൻഡ് ഐ ഓൾസോ എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ അത് എൻജോയ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരാളെ കൊല്ലുകയല്ലേ ചെയ്തേ എന്നുള്ള ഒരു മാറ്ററിലേക്ക് തോട്ട് പോകുന്നത്. ആ ഒരു തോട്ടാണിത്. സിനിമ കലാപരമായി വളരെ മികച്ചിരിക്കുന്നൊരു സിനിമ തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞാൻ തോട്ട് പ്രൊവോക്ക് ചെയ്ത മറ്റൊരു കാര്യം, മോഹിനീശ്വരി ക്ഷേത്രം. ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഉരുവാകുന്നത്, ആ ക്ഷേത്രത്തിൻ്റെ ആരംഭത്തിന് പിന്നിലുള്ള ഐതിഹ്യം എങ്ങനെയാണ് അവർ സൃഷ്ടിച്ചെടുത്തത്,
ഒരു ഇല്ലാത്തൊരു ക്ഷേത്രം ഉണ്ടാക്കിയെടുത്തിട്ട് അവരുടെ പിന്നെ കൈക്കൂലി മുഴുവൻ ആ ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്ന, അതുപോലെ തന്നെ മിക്സ്ചറും പിന്നെ സംഭാരമാണെന്ന് തോന്നുന്നുണ്ട് അവിടുത്തെ പ്രസാദം. ആ പ്രസാദത്തിൻ്റെ ഐതിഹ്യം, ഇതെല്ലാം ശരിക്കും ആൾക്കാരെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആ കാര്യം തന്നെയാണ്. ഒരു 3 പേര് കൂടി ശ്രമിച്ച് ഒരു അമ്പലം സൃഷ്ടിച്ചെടുക്കുകയും ആ അമ്പലത്തിലെ ആചാരങ്ങൾ വളരെ തീക്ഷ്ണമായിട്ടുള്ള രീതിയിലുള്ള ആചാരങ്ങളാണ്. ഭക്തർ കൂടുതൽ വേദന അനുഭവിക്കുന്ന ആചാരങ്ങൾ കൊണ്ടുവന്നാൽ ഭക്തര് ദൈവം കൂടുതൽ പ്രീതിപ്പെടും എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആളുകളുടെ തല കറങ്ങും, മേലൊക്കെ പൊട്ടും. വലിയ പാടുള്ളൊരു പരിപാടിയാണത്. അപ്പം ശയന പ്രദക്ഷിണം നേർച്ചയായി ചെയ്യുന്ന സമയത്ത് ആളുകൾ അനുഭവിക്കുന്ന വേദന കൂടുതലായതുകൊണ്ട് ദൈവം കൂടുതൽ പ്രീതിപ്പെടുമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ തലയിൽ നാളികേരം ഉടയ്ക്കുന്ന ആ ഒരു സറ്റീറിക്കലായിട്ടുള്ളൊരു ആചാരം, അത് ഐ ഡോണ്ട് നോ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ഈ സിനിമ കണ്ടിട്ട് ഇനി ഈ സിനിമക്കാരത് വളരെ തമാശ രൂപേണയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലക്കാരത് കണ്ട് അനുവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം തലയിൽ തേങ്ങ കൊണ്ട് ഉടച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ നമുക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കനലിൽ കൂടെ ചാടുമ്പോൾ ഒരുത്തൻ തെന്നി വീണ് അയാളുടെ മൂട് പൊള്ളി പോകുന്നതെല്ലാം തമാശ രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ആളുകളെ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ശൂലം കുത്തുക, നാവിലൂടെ ശൂലം കുത്തി ഇറക്കുക, ഇതൊന്നും ഒരു കുഞ്ഞിനെ കൊണ്ടൊന്നും ഒരിക്കലും ഇത് ചെയ്യിക്കാൻ പാടില്ല. 18 വയസ്സിനും താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന മാതാപിതാക്കൾക്കെതിരെ ശരിക്കും പറഞ്ഞാൽ തക്കതായ ശിക്ഷാ നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനും ഹിന്ദുവാണ്, ഹിന്ദു ആചാരങ്ങൾ പാലിക്കുന്ന ആളാണ്. പക്ഷെ ഒരിക്കലും അതിര് കടന്ന രീതിയിലുള്ള ആചാരങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഈ സിനിമ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെന്താണ്, സിനിമ ത്രൂ ഔട്ട് എനിക്ക് ആ എഫേർട്ട്ലെസ് ആക്ടിങ്ങിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. സുരാജ് വെഞ്ഞാറമൂടൊക്കെ എന്തൊരു അസാധ്യ ആക്ടറാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ബേബി ജീൻ, ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് മൂവി ഐ ബിലീവ്. ബേബി ജീൻ എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. ഹൗ ഹീ റീച്ച്ഡ് ഇൻ ടു ദാറ്റ് റോൾ അതെനിക്കറിയില്ല. ഏതൊരു പിന്നെ ഒരു എഴുത്തിൽ ഞാൻ വായിച്ചു, വേറൊരാൾക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന പയ്യനുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി, മറ്റേ ഹൃദയപൂർവ്വത്തിൽ, ആ പയ്യനായിരുന്നു ആദ്യത്തെ സെലക്ഷൻ. പക്ഷെ അവന് പറ്റാതിരുന്നുകൊണ്ട് ദ റോൾ റീച്ച് ടു ബേബി ജീൻ. ബേബി ജീനെ നമ്മൾ കേട്ടിട്ടുള്ളത് അയാളുടെ റാപ്പ് സോങ്ങിലൂടെയാണ്, ഒരു പ്രത്യേകതരം ശബ്ദമുള്ള റാപ്പ് സോങ്സ്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു റോള് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സംവിധായകന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സംവിധായകൻ്റെ കൂടെ കഴിവാണ്, വിജയമാണ് ആ സിനിമയിൽ ബേബി ജീൻ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം എല്ലാ ക്രൂസിനും ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ നിർമ്മാതാവായിട്ടുള്ള സൈജു കുറുപ്പ്, ഹി ഡിഡ് എ വെരി ഗുഡ് ജോബ്. സൈജു കുറുപ്പ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പുള്ളിയുടെ കംഫർട്ട് സോൺസ് ആണ് ഇതെല്ലാം. ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദ കോണ്ടന്റ് ഈസ് നോട്ട് നമ്മുടെ സെൻസിനും ലോജിക്കിനൊക്കെ എന്താ പറയുന്ന ഒരു കൊലപാതകം നോർമലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അത് വെട്ടിനിർക്കുന്ന ഒരു കാര്യം, അതൊക്കെ ഇറ്റ്സ് സംതിങ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ സിനിമയെ കാണുക എന്ന് പറയുന്ന സമയത്ത് എവറിത്തിങ് ഈസ് അക്സെപ്റ്റബിൾ എന്ന് വിചാരിക്കുക അല്ലേ. കാരണം നമ്മൾ ജീവിക്കുന്നത് സോ സീരീസും ഹോസ്റ്റൽ സീരീസും അതുപോലെ തന്നെ റോങ് ടേൺ സീരീസൊക്കെ ഉള്ള ലോകത്താണല്ലോ. സോ ഓൾ ദ മൂവീസ് ഹാവ് എ സ്പേസ് ഇൻ ദിസ് പ്ലേസ്. അതുകൊണ്ട് ലെറ്റ്സ് എൻജോയ്. ഈ മോഹിനിയാട്ടം ഭരതനാട്യം ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദിസ് ഈസ് എ ഗ്രേറ്റ് മൂവി. ഈ അടുത്ത കാലത്ത് ഇതുപോലെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൂവി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 ഓൾറെഡി ഹിറ്റായി, ഐ തിങ്ക് ഓൾറെഡി ക്രോസ്ഡ് 100 CR മാർക്ക് വെൻ ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. മലയാളം മൂവീസ് അപ്പോൾ വീണ്ടും ടോപ്പ് നോച്ചിലേക്ക്, അതിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ് ടു സി. അതുപോലെ തന്നെ ലോക ചാപ്റ്റർ 2 ഇറങ്ങുന്ന സമയത്ത് ഒരു 300+ ചിലപ്പോൾ അത് കൊടുക്കായിരിക്കും. ലെറ്റ്സ് മലയാളം ഫിലിം ഫ്ലൈ വിത്ത് ഇറ്റ്സ് വിത്ത് ഇറ്റ്സ് എന്താണ് ചിറകുകൾ വിടർത്തി മലയാള സിനിമ പറക്കട്ടെ. അപ്പോൾ ബൈ.